എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെയും തുമ്പമ്മിൻ്റെ അല്ലൂട്ടൻ്റെയും ഫേസ് എപ്പോഴും ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഡൗൺ ആയിരിക്കും. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ. റീനമ്മേനോട് എന്തൊക്കെയോ സങ്കടവും ആവലാതിയും പറഞ്ഞ് ഇറങ്ങുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അമ്മ എനിക്ക് പറഞ്ഞു തരാണ്. തുമ്പമ്മ എനിക്ക് ഷൂ വാങ്ങി തരണേ അമ്മമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അവളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഞാൻ ഈ കുട്ടപ്പനെ കണ്ടത്. പാവൻ്റെ റീനമ്മൻ്റെ ചെരുപ്പൊക്കെ കഴുകി വെച്ചതാണ് ഗൈസ്. അമ്മേ സൂപ്പർ ആയിട്ടുണ്ടല്ലോ ചെരുപ്പ്. ആദ്യം എനിക്ക് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട് കേട്ടോ. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അമ്മ ഇങ്ങനെ ചെയ്തു തരുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലാണ്. എനിക്ക് എന്തൊക്കെയോ എവിടേക്കോ മിസ്സായൊരു ഫീലാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറുണ്ടോ? ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും കേട്ടോ, അയ്യോ വലുതാവേണ്ടിയിരുന്നില്ല, കല്യാണം ഒന്നും കഴിക്കേണ്ടിയിരുന്നില്ല, വീട്ടിൽ തന്നെ അങ്ങോട്ട് ഇരുന്നാൽ മതിയായിരുന്നു എന്ന്. അത് വേറൊന്നുമല്ല. ഇപ്പം നമുക്ക് എത്ര നല്ല ഇൻലോസിനെ കിട്ടിയാലും എത്ര നല്ല ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെയും നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെപ്പോഴും നമ്മളെ വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ വീടും വീട്ടുകാരും അല്ലേ, നമ്മൾ അവിടെ ജീവിച്ച ജീവിതമൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടാവും. ആ കാര്യത്തിൽ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ്. എന്നാലും ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എന്തോന്ന് പറഞ്ഞപ്പോൾ ആരോ നമ്മുടെ സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു, ചേച്ചി അങ്ങനെ പറയില്ലേ എന്ത് കല്യാണം കഴിച്ച് കൊണ്ടുപോവുക, കല്യാണം കഴിച്ച് വിടുക എന്നുള്ളത്. സത്യമാണ്, അതിലൊരു മാറ്റം ഇതുവരെ വന്നതായി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്കിപ്പം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ട്. ഇത്ര അടുത്തായതുകൊണ്ട് എനിക്കത് വലിയ ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ അല്ലാതെ ദൂരേക്കും കൂടി ആയിരുന്നെങ്കിൽ പിന്നെ എൻ്റെ കഥ പറയാനുണ്ടാവില്ലായിരുന്നു. അങ്ങനെ അതാ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോവാന്നൊക്കെ പറഞ്ഞ് പോരാണ് കേട്ടോ. എനിക്ക് എന്തോ ഭയങ്കര സങ്കടമാണ്. ആകെ ഒരു ദിവസത്തേക്ക് നിൽക്കാനൊക്കെ ചിലപ്പോൾ രാത്രിക്കൊക്കെ നിൽക്കാൻ പോവുക, പിറ്റേന്ന് രാവിലെ ഇങ്ങോട്ട് പോരുകയും ചെയ്യും. എന്നാലും എനിക്ക് സങ്കടപ്പെടണ്ടേ? എനിക്ക് സങ്കടപ്പെടേ ഞാനല്ലാതെ പിന്നെ വേറെ ആരാ അല്ലേ. പിന്നെ തുമ്പമ്മ അല്ലൂട്ടൻ എന്തൊക്കെയോ കഥ പറയണ്ടായിരുന്നു കേട്ടോ അമ്മേൻ്റെ അടുത്ത്. എന്ത് പാത്രോ? ഈശ്വര എനിക്കറിയില്ല അമ്മേ. ഇന്ന് ലീവാ? ഇന്ന് ലീവായിട്ടാണോ ഞങ്ങള് പോകുന്നത്? എനിക്കറിയില്ല. ബായ് പറ ബേബി 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 അവനുണ്ട് വീട്ടിലുണ്ട്. അതോ അമ്മമ്മക്ക് കൊറേ പണിയുണ്ട്. ഞാൻ അമ്മമ്മ ടൗണിലും പോണം. ഒരു ആക്ച്വലി അമ്മയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാണ്ടെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാട്ടോ മക്കളെയും കുട്ടി ഞങ്ങൾ പോകാൻ തന്നു. അപ്പോഴത്തേക്ക് അമ്മ കള്ളത്തിലങ്ങ് പൊളിച്ചു. പിന്നെ അമ്മേനോട് ടാറ്റാ ബേബി പറഞ്ഞ് ഞങ്ങൾ പോന്നു ഗൈസ്. ബൈ.